വിഷു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു. പുതുവർഷത്തിൻ്റെ സമൃദ്ധിയുടെ പ്രത്യാശയുടെ ഉത്സവം. ഈ വീഡിയോയിൽ നമുക്ക് വിഷുവിൻ്റെ ചരിത്രം, പ്രാധാന്യം, ആചാരങ്ങൾ, പുരാണങ്ങൾ, ഭക്ഷണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം പരിചയപ്പെടാം. സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കേരളത്തിൽ പരമ്പരാഗതമായി ആഘോഷിക്കുന്ന പുതുവത്സരമാണ് വിഷു. ഇത് മലയാള മാസം മേടം ആരംഭിക്കുന്ന ദിനമാണ്. സാധാരണയായി ഏപ്രിൽ 14-15 ആണ് ഈ ദിവസമായി വരാറ്. വിഷു എന്ന പദം സംസ്കൃതത്തിലെ വിഷുവം എന്നതിൽ നിന്നാണ് വന്നത്. ഇതിനർത്ഥം സമത്വം എന്നതാണ്. ഈ ദിവസം പകലും രാത്രിയും ഏകദേശം തുല്യമായിരിക്കും. ഇതാണ് വിഷുവിൻ്റെ അടിസ്ഥാനം. വിഷു ജ്യോതിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. ഈ ദിവസം സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെ മേടസംക്രാന്തി എന്ന് പറയുന്നു. ഇത് ഒരു പുതിയ സൂര്യവർഷത്തിൻ്റെ അഥവാ സോളാർ ഇയറിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. സൂര്യൻ്റെ ചലനത്തെ ആധാരമാക്കിയുള്ള പുതിയ വർഷാരംഭമാണിത്. തമിഴ് പുതുവർഷവും പഞ്ചാബ് പുതുവർഷവും തുടങ്ങുന്നത് ഇന്നേ ദിവസം തന്നെയാണ്. അടുത്തതായി വിഷു പുരാണവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. വിഷുവിന് ഹിന്ദു പുരാണങ്ങളിൽ വലിയ സ്ഥാനമുണ്ട്. പൗരാണികമായ വിഷുവിനെ കുറിച്ച് പല വിശ്വാസങ്ങളുമുണ്ട്. ഒരു വിശ്വാസമനുസരിച്ച് വിഷുദിനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. ഇത് ദുഷ്ടതയ്ക്കെതിരെയുള്ള സത്യത്തിൻ്റെ വിജയത്തെ സൂചിപ്പിക്കുന്നു. മറ്റൊരു വിശ്വാസം വിഷുവിനെ ഭഗവാൻ വിഷ്ണുവുമായി ബന്ധിപ്പിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രധാന കർത്തവ്യം ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ്. വിഷു ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമായതിനാൽ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ആവശ്യപ്പെടുന്ന ദിനമായി കണക്കാക്കപ്പെടുന്നു. ആ ദിവസം ഭഗവാൻ വിഷ്ണുവിനെയും കൃഷ്ണനെയും ആരാധിച്ച് അനുഗ്രഹം തേടുന്നു. വിഷു ആത്മീയമായി നല്ലതിൻ്റെയും പുതുജീവിതത്തിൻ്റെയും പ്രതീകമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കേരള സമൂഹത്തിന് വിഷു ഏറെ പ്രസക്തിയുള്ള ദിനമാണ്. വിഷുവും വിളവെടുപ്പും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. വിഷു വെറും പുതുവർഷം മാത്രമല്ല, പ്രകൃതിയുടെയും കൃഷിയുടെയും ചക്രവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. വിഷു സാധാരണയായി റാബി വിളകളുടെ അഥവാ വിൻ്റർ ക്രോപ്സിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞുള്ള സമയത്താണ് വരുന്നത്. അതായത് കർഷകർ ഒരു പുതിയ കൃഷിചക്രത്തിനായി തയ്യാറെടുക്കുന്ന സമയം. വിഷു ദിവസം സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് ഈ കാലത്ത് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിത്ത് വിതയ്ക്കാൻ അനുയോജ്യമായ സമയമാണ്. ഇത് കേരളത്തിലെ കൃഷി വർഷത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. പണ്ടുകാലത്ത് കർഷകർ വിളവെടുപ്പ് പൂർത്തിയാക്കിയ സന്തോഷത്തിൽ കുടുംബങ്ങൾ ഒത്തുചേർന്ന് പ്രകൃതിയോടും ദൈവത്തോടും നന്ദി അറിയിക്കാൻ വിഷു ആഘോഷിച്ചിരുന്നു. വിഷുക്കണിയിൽ ഉൾപ്പെടുന്ന പല സാധനങ്ങളും കൃഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ടവയാണ്. അതായത് അരി വിളവെടുപ്പിൻ്റെ പ്രതീകം, പഴങ്ങൾ പ്രകൃതിയുടെ അനുഗ്രഹം, തേങ്ങ കേരളത്തിൻ്റെ കാർഷിക അടയാളം, കൊന്നപ്പൂവ് കാലാവസ്ഥയുടെ മാറ്റം സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം ചേർന്ന് വർഷം മുഴുവൻ സമൃദ്ധിയും വിളവും ഉണ്ടാകട്ടെ എന്ന സന്ദേശമാണ് വിഷു നൽകുന്നത്. വിഷുക്കണി വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് വിഷുക്കണി. കണി എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യമായി കാണുന്നത് എന്നാണ്. വിഷുദിനത്തിൽ നമ്മൾ ആദ്യമായി കാണുന്ന കാഴ്ചയാണ് ആ വർഷത്തെ ഭാഗ്യത്തെ നിർണ്ണയിക്കുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിഷുക്കണി വളരെ ശ്രദ്ധയോടെ ഒരുക്കുന്നു. വിഷുക്കണിയിൽ ഉൾപ്പെടുന്ന പ്രധാന വസ്തുക്കളാണ് അരി, പഴങ്ങൾ, വെള്ളരി, തേങ്ങ, വെറ്റില, നാണയങ്ങൾ, വളക്കണ്ണാടി, കൊന്നപ്പൂവ്, നിലവിളക്ക്, കൃഷ്ണൻ്റെ വിഗ്രഹം എന്നിവ. ഇവയെല്ലാം ഒരു ഉരുളിയിൽ മനോഹരമായി അലങ്കരിച്ചു വെക്കുന്നു. വിഷുദിനത്തിൽ പുലർച്ചെ കുടുംബത്തിലെ മുതിർന്ന ആൾ ആദ്യം എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുന്നു. അതിനുശേഷം മറ്റുള്ളവരെ കണ്ണു മൂടിച്ചുകൊണ്ട് കണിക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ആദ്യ കാഴ്ചയായി വിഷുക്കണി കാണുന്നത് വളരെ ശുഭകരമാണ്. വിഷുക്കണിയിൽ ഉള്ള ഓരോ വസ്തുവിനും പ്രത്യേക അർത്ഥമുണ്ട്. അതായത് ആറന്മുള കണ്ണാടി സ്വയം തിരിച്ചറിയൽ, ആത്മപരിശോധന; നെല്ല് അരി സമൃദ്ധിയും ധാന്യസമ്പത്തും; കണിക്കൊന്നപ്പൂ ഐശ്വര്യവും സന്തോഷവും; പഴങ്ങൾ സൗഭാഗ്യവും പ്രകൃതിയുടെ അനുഗ്രഹവും; തേങ്ങ പൂർണ്ണതയും ദൈവികതയും; നാണയങ്ങളും പണവും സമ്പത്തും സാമ്പത്തിക പുരോഗതിയും; നിലവിളക്ക് ജ്ഞാനവും പ്രകാശവും; ഭഗവത്ഗീത പോലുള്ള വിശുദ്ധ ഗ്രന്ഥം ആത്മീയതയും ധർമ്മവും; കൃഷ്ണൻ്റെ വിഗ്രഹം പോലുള്ള ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ ദൈവിക സാന്നിധ്യവും അനുഗ്രഹവും. ഇനി വിഷു കൈനീട്ടം. വിഷുവിൻ്റെ പ്രധാന ആചാരമാണ് വിഷു കൈനീട്ടം. മുതിർന്നവർ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും പണം നൽകുന്നു. ഇതൊരു സമ്മാനം മാത്രമല്ല, അനുഗ്രഹവും സമൃദ്ധിയും പങ്കിടുന്നതിൻ്റെ അടയാളമാണ്. കുട്ടികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണിത്. വിഷുസദ്യ. വിഷുസദ്യയില്ലാതെ വിഷു ആഘോഷം പൂർണ്ണമല്ല. ഇത് ഒരു സസ്യാഹാര വിരുന്നാണ്. വിഷുസദ്യയിൽ സാധാരണയായി ഉൾപ്പെടുന്ന വിഭവങ്ങളാണ്
ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി, കാളൻ, കൂട്ടുകറി, കിച്ചടി, അച്ചാർ, പപ്പടം, പായസം തുടങ്ങിയവ. ജീവിതത്തിലെ വിവിധ രുചികളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ വിഭവങ്ങൾ. അതായത് മധുരം സന്തോഷവും സമൃദ്ധിയും, കയ്പ് വിഷമങ്ങളും കഷ്ടപ്പാടുകളും, പുളി ആശ്ചര്യങ്ങളും അനിശ്ചിതത്വവും, ഉപ്പ് സമത്വവും ബന്ധങ്ങളും, കാരം ആവേശവും ഊർജവും, തീപ്പം ശാന്തതയും നിയന്ത്രണവും. വിഷുസദ്യയിലെ ഈ വിവിധ രുചികൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം ഒരേ രുചിയല്ല, മധുരവും കയ്പും പുളിയും എല്ലാം കൂടിയതാണ്. ഓരോ അനുഭവവും സ്വീകരിച്ചാൽ മാത്രമേ സമ്പൂർണ്ണത കൈവരുകയുള്ളൂ എന്നതാണ്. ഇനി നമുക്ക് വിഷു ദിവസം മലയാളികൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് നോക്കാം. വീട്ടിലെ മുതിർന്നവർ അതിരാവിലെ എഴുന്നേറ്റ് കണിയൊരുക്കി വീട്ടിലെ മറ്റു അംഗങ്ങളെ കണ്ണടച്ചുകൊണ്ട് കണി കാണാൻ കൊണ്ടുപോകുന്നു. കണി ആദ്യം കാണുന്നത് വർഷം മുഴുവൻ ഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. രാവിലെ നിലവിളക്ക് തെളിയിക്കുകയും പൂജയും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്യുന്നു. പുതുവസ്ത്രം അഥവാ വിഷുക്കോടി ധരിക്കുന്നു. വലിയവർ ചെറിയവർക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നു. ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് സമൃദ്ധമായ വിഷുസദ്യ കഴിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വിശ്രമം, ബന്ധുക്കളെ സന്ദർശിക്കൽ, ചെറിയ യാത്രകൾ പോകൽ എന്നിവ ചെയ്യുന്നു. വൈകുന്നേരം വീണ്ടും വിളക്ക് തെളിയിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നു. കുട്ടികൾ പടക്കം പൊട്ടിച്ചും കളിച്ചും ആ ദിവസം സന്തോഷത്തോടെ സമാപിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.